celebrating motherhood. മലയാളി വീട്ടമ്മ. ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളിത്തം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വീട്ടമ്മയെ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. നിരപര മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സെറയുടെ വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഒരു തകർപ്പൻ കളർഫുൾ എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ജഡ്ജസിനെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ഡ്രീം ലൈക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പെർഫോമൻസ്, നമുക്ക് കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു പെർഫോമൻസുമായിട്ട് എത്താൻ പോകുന്നു ധന്യയും ധന്യയുടെ കുഞ്ഞുമകൾ മൈഥിലിയും. അയ്യോ മോളെ, ഇന്ന് പോവാൻ പറ്റൂലല്ലോ. ഇന്ന് അമ്മ കുറച്ച് തിരക്കാണ്. നമുക്ക് നാളെ പോയാ പോരെ? ഇല്ല, എനിക്ക് വാശി പിടിക്കല്ലടാ മുത്തേ. അമ്മ നാളെ തന്നെ കൊണ്ടുപോകും, ഉറപ്പ്, പ്രോമിസ്. അയ്യോടാ, അമ്മ പറ്റിക്കൂല കേട്ടാ. അമ്മ നാളെ കൂട്ടിയിട്ട് പോവാം. ഇന്ന് അമ്മ ബിസി ആയതുകൊണ്ടല്ലേ. നാളെ പോവാം നമുക്ക് കേട്ടോ. സർക്കസിലെ മോക്ക് ആരെയാ കാണേണ്ടത്? എനിക്ക് ജോക്കറിനെ അമ്മ കാണണ്ടേ. എൻ്റെ മോള് ഉറങ്ങ, നല്ല സ്വപ്നമൊക്കെ കണ്ട് എൻ്റെ മോൾ ഉറങ്ങിക്കോ കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മ. చకరక చీచాచో చకలోరం గండో వండో లకరకటం అక్కో టక్కో ఇడిగిడి గిడిగో ఇడిపాయ్ విడిపాయ్ చికి చకచో గిలిగిలి మల్ సులుసులు మల్ మకరక హుకుబుకురే టుకుబుకురే చకలక బిక్కో చిక్కో సిలి సిలి సిలిగో బగడుం చగడుం చికి చకచో. देखो देखो क्या वो पेड़ है, चादर ओढ़े या खड़ा कोई. हे देखो देखो क्या वो पेड़ है, चादर ओढ़े या खड़ा कोई. बारिश है या आसमान ने छोड़ दिए हैं नल खुले कहीं. हाँ, हम जैसे देखें ये जहां है वैसा ही, जैसी नजर अपनी खुल के सोचे आओ, पंख जरा फैलाओ, रंग नए बिखराओ. चलो 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 नए ख्वाब बुन ले. मस्ती में डोले, बम बम बोले, मस्ती में तू डोले. बम बम बोले, मस्ती में डोले, बम बम बोले, मस्ती में तू डोले. बम बम बोले, मस्ती में डोले, बम बम बोले, मस्ती में तू डोले. भला मछलियां भी क्यों उड़ती नहीं, ऐसे भी सोचो ना. सोचो सूरज रोज नहाए या बाल भिगो के ये बुद्धू बनाए. हमने ये सारे तारे टिमटिमाए या फिर
അയ്യോ വെടിവെക്കരുത് പ്ലീസ്. ഓ എന്തൊരു ക്യൂട്ടായിരുന്നു അറിയോ. ഭയങ്കര ഇമോഷണൽ ഒക്കെ. എനിക്ക് അറിയില്ല എന്തിനാ ഇമോഷണൽ ആയിരുന്നു, പക്ഷെ എന്നാലും മോളുടെ പെർഫോമൻസും മോളെ ഉറക്കി കിടത്തിയിട്ട് പോകുന്നത്, പിന്നെ സ്വപ്നത്തിൽ വരുന്നത്, എനിക്ക് എൻ്റെ മോളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. സോ ഓവർ ടു ജഡ്ജസ്. കളർഫുൾ ഇലക്ട്രിഫയിങ് പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കളർഫുള്ളായിരുന്നു. എന്താ പറയുന്ന റിഥം അതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് എണീറ്റ് അങ്ങോട്ടൊന്ന് പോയാൽ എന്തോ എന്നൊക്കെ തോന്നിപ്പോയി. ഇറ്റ് വാസ് സോ ക്യൂട്ട് ആൻഡ് എക്സ്ട്രീംലി വെൽ ഡൺ കൊറിയോഗ്രാഫി ആൻഡ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. നന്നായിരുന്നു. താങ്ക് യു മാം. മൈഥിലിയുടെ ശബ്ദമായിരുന്നു അത് നമ്മൾ കേട്ടത്. അതെ. Cuteness is her weakness. So cute. എന്ത് നന്നായിട്ട് ഡബ് ചെയ്ത്. ഓ നിന്നെ അങ്ങ് മിഴുങ്ങാൻ തോന്നുന്നു. Because it was Danya, it was just brilliant. I mean, so much credit goes to all those kids standing behind you. അല്ലേ? Seriously. മുദ്ര. ദിലീപിനെ ഒന്ന് നമുക്ക്, can we have him on stage? Dilip, please. The choreographer Dilip. Dilip, you are creating magic on this stage. Malayali Veetamede stage il you are creating magic with all these little kids. ചിലപ്പോഴേക്ക് കുറച്ച് കരച്ചിൽ വരും. ബിക്കോസ് താരി സമീൻ പറിലെ ഈ പാട്ട് ഇപ്പം നടന്നത് ധന്യയുടെ I just love it, you know. Dilip, hats off to you. Girls and boys, hats off to you guys from Mudra. And Dhanya, you stole my heart away with this one. Yeah? No, itrayum kochuru kunya. What is she, 3.5? 5 years. She's 5. Wow. Even the joker that came on the cycle, everything was lovely. Dilip, thank you, because this makes us smile, makes us happy to see such talent on the Malayali Veetama stage. Thank you very much. Dhanya, you are brilliant. Thank you, ma'am. So was little one. Thank you. തന്നെ ഇറ്റ് വാസ് സൂപ്പർ. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ആരെയാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. എവറിബഡി ഹാസ് ഡൺ സോ വെൽ. വി ഹാഡ് എ നൈസ് ടൈം. ധന്യ, അത് ധന്യയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറേ സമയമെടുത്തു. നിങ്ങൾ എങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? കാരണം അടുത്ത നിങ്ങളുടെ ഏത് പെർഫോമൻസ് എന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു ബേബിക്ക് ഒരു കുഞ്ഞു ടാസ്ക് കൊടുക്കാണ്, ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. ഈ ഒരു പ്രായത്തിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഒരുങ്ങാന്ന് പറയുന്നത്. അമ്മ ചെയ്യുന്നതൊക്കെ ചെയ്യാന്നുള്ളത് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ മൈഥിലിക്കുട്ടിക്കും കൊടുക്കാൻ പോകുന്നത് ആ ഒരു ടാസ്ക്കാണ്. കുഞ്ഞു 3 കാര്യങ്ങൾ ചെയ്താൽ മതി. മുടി ചീകിയിട്ട് ആ ഒരു ഹെയർ ബോ വെക്കുക, ഒരു പൊട്ടുകുത്ത, പിന്നെ ഈ അമ്മ ചെയ്യുന്ന പോലെ ഇത്തിരി ലിപ്സ്റ്റിക് ഇടുക. അത്രേ ഉള്ളൂ. നമ്മൾ ഫുള്ള് മേക്കപ്പ് സെറ്റും മിററും ഒക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ധന്യ നന്നായിട്ട് ആൾക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അമ്പടാ, 2 കൊമ്പൊക്കെ വന്നല്ലോ. ഒന്ന് സുന്ദരിയായി പോയി. എന്റെ ദൈവമേ, എന്തൊരു ചന്തോ ഈ ബേബിയെ കാണാൻ. നിങ്ങൾ നോക്കിയേ. ഒരുമിച്ചുള്ള ടാസ്കും ഒറ്റയ്ക്കുള്ള ടാസ്കും നല്ല ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അമ്മയും മോളുമാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. Dhanya, I just want to say one thing. This Kochivava, my God. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനുള്ള എല്ലാം ഉണ്ട്. അയ്യോ, ഞാൻ അവിടെ വന്നിട്ട് മാർക്ക് പറയാം. ഓ
വന്നോളൂ പ്ലീസ്. ഈ ഗിഫ്റ്റ് വേണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ആരാ മോളെ മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചേ? അമ്മ. അമ്മയാണോ മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചേ? ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമാണോ? ഇതെന്താന്നറിയോ? എന്താ? ചോക്ലേറ്റ്. എനിക്ക് പോലും അറിയില്ലായിരുന്നു. താങ്ക് യു. അമ്മയുടെ മോളുടെ മാർക്ക് പറയട്ടെ. ധന്യയ്ക്കും മോൾക്കും നിങ്ങളുടെ എല്ലാ ടാസ്കിനും ഡാൻസിനും ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രീറ്റിനും കൂടെ 92 on 100. താങ്ക് യു മാം. മലയാളി വീട്ടമ്മയുടെ ഒരു രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ കപ്പിൾ റൗണ്ടിൽ മത്സരിക്കാൻ എത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടസ്റ്റൻസിനോട് മത്സരിക്കുന്നത് മറ്റു റിയാലിറ്റി ഷോകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വിന്നേഴ്സ് ആയിട്ടുള്ള കപ്പിൾസ് ആണ്. ഇന്നും നമ്മളോടൊപ്പം അങ്ങനെ ഒരു ദമ്പതികളാണ് ജോയിൻ ചെയ്യുന്നത്, സാം ആൻഡ് വിജി. ഇതാണ് സാം ആൻഡ് വിജി. ഇവര് ശരിക്കും വിന്നേഴ്സ് ആണ്. ഫസ്റ്റ് പൊസിഷനിൽ എത്തിയ ആളുകളാണ്. ആ ഒരു വിന്നേഴ്സിന്റെ സ്മൈലോട് കൂടി തന്നെയാണ് ഇവർ 4 വർഷത്തിന് ശേഷവും അതേ കോൺഫിഡൻസിലാണ് ഇവർ നമ്മളോടൊപ്പം ഈ സ്റ്റേജിലുള്ളത്. സോ എങ്ങനെയുണ്ടായിരുന്നു ലൈഫ് ബിഫോർ ദ ഷോ ആൻഡ് ആഫ്റ്റർ ദ ഷോ? എന്തൊക്കെയാണ് മേജർ ചേഞ്ച് വന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ? പേഴ്സണൽ ലൈഫിൽ നല്ല ചേഞ്ചാണ്. ബേസിക്കലി ഞാനും വിജിയും അതിന് പിന്നെ ക്യാമറയുടെ മുന്നിൽ പോലും വിട്ടിട്ടില്ല. നമുക്ക് കലാപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ലായിരുന്നു. രണ്ടുപേരും IT പ്രൊഫഷണൽസ് ആണ്. പ്യുവർലി ആ IT ലൈഫ് മാത്രം നമുക്ക് അറിയത്തുള്ളൂ. പെട്ടെന്ന് ക്യാമറയുടെ മുന്നിലേക്ക് വന്ന് പിന്നെ വേറൊരു ലോകമായിരുന്നു. അപ്പൊ അതിന് മുന്നത്തെ നമ്മുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ലൈഫാണ് ഭയങ്കര പെയിൻഫുൾ ലൈഫ്. അങ്ങനെയൊക്കെ ഇവിടെ ഞങ്ങൾ രാത്രി 2 മണി 3 മണി വരെയൊക്കെ കണ്ടിന്യൂസ് ഷൂട്ടിലൊക്കെ ഇരിക്കുക. 5, 6, 7, 8 എപ്പിസോഡുകളൊക്കെ ഒരു ദിവസം എടുക്കുക. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അപ്പം ഡെഡിക്കേഷൻ എപ്പോഴും എല്ലാവരും പറയും IT-കാർക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ആണ്, ഭയങ്കര വർക്ക് ലോഡാണ്. പക്ഷേ ഇറ്റ് ഈസ് കമ്പാരിബിൾ. ഇപ്പൊ നമ്മൾ ഓരോ ഏരിയയിൽ ചെല്ലുമ്പോഴേ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് അറിയാം. വൺസ് മീഡിയയിൽ വരുമ്പോഴാണ് ഇതിനകത്തെ സ്ട്രഗിൾ എന്താണെന്നുള്ളത്. ഞങ്ങൾക്ക് മീഡിയ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഭയങ്കര ബഹുമാനം തോന്നിയത് അതിന് ശേഷം. അതുവരെ നമ്മളിപ്പോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 8 മണി 9 മണി വരെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അയ്യോ ഇത്ര നേരം ഇരുന്നല്ലോ എന്ന്. പക്ഷെ ശരിക്കും നിങ്ങളുടെയൊക്കെ ഒരു ഡെഡിക്കേഷൻ, ടീം വർക്ക്, ആ സ്പിരിറ്റ് ഒക്കെ കാണുമ്പോൾ ഹാറ്റ്സ് ഓഫ് ടു യു എല്ലാവർക്കും. എനിക്ക് പക്ഷെ ഇവരെ കണ്ട് ഭയങ്കര അതിശയം കേട്ടോ. എന്തൊക്കെ ഞങ്ങളുടെ കൂടുതലുണ്ടായിരുന്ന ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ ടാസ്കും ആണുങ്ങൾക്കായിരുന്നു, ഭർത്താക്കന്മാർക്കായിരുന്നു. ഇവര് ശരിക്കും സമ്മതിച്ചിരിക്കുന്നു നിങ്ങളെ. എന്തൊക്കെ ടാസ്കുകൾ ഞാനിങ്ങനെ കണ്ണും തള്ളിയിരിക്കും. ദൈവം ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും നമ്മള് 3000-ഓളം ആളുകളിൽ നിന്ന് സ്ക്രീനിങ് ഒക്കെ നടത്തിയെടുത്ത വളരെ നമ്മുടെ ക്രീം 20 ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് 3 പേര് എലിമിനേറ്റ് ആയി. ഇപ്പൊ 17 ആണ് ഉള്ളത്. അതിൽ ഒരാളോടും ആളുടെ ഹസ്ബൻഡിനോടും ഒന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. സോ നമ്മൾ അവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മലയാളി വീട്ടമ്മയുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ബബിത ആൻഡ് ഹസ്ബൻഡ് ജയൻ. കണ്ണഞ്ചേട്ടാ സുഖമാണോ? അപ്പൊ നിങ്ങൾ 2 ടീമും കൂടെയാണ്. എന്നിട്ട് ചെറിയൊരു മത്സരം. ഓക്കെ, ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതിനൊക്കെ പോകുന്ന പോലെ, യുദ്ധത്തിന് പോകുന്ന പോലെ അല്ലെങ്കിൽ ഗുസ്തി മത്സരത്തിന് പോകുന്ന പോലെ പരസ്പരം കൈ കൊടുക്കണം. എന്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ 2 ടീമിനും സ്പ്ലിറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തരും. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ ചെറിയ പണിഷ്മെന്റ് ഉണ്ട്. കണ്ടായിരുന്നു ആ പണികള്? കണ്ടായിരുന്നല്ല, പണിയാ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കാണ്. ഇതൊരു കടങ്കഥയാണ്. ആലോചിച്ചിട്ട് ഉത്തരം പറയാം. മൂക്കനും മൂക്കനും വേലി കെട്ടി, അതിലൊരു മൂക്കന്റെ മൂക്കിൽ ഒരു ഓന്ത് കേറി. ചെയിൻ അല്ല, ചെറിയ ക്ലൂ തരാം. ഇത് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞോണ്ട് ബെൽറ്റ്. മൂക്കനും മൂക്കനും വേലി കെട്ടി, അതിലൊരു മൂക്കന്റെ മൂക്കിൽ ഒരു ഓന്ത് കയറി. അപ്പോഴാണ് ആ വേലി കംപ്ലീറ്റ് ആയത്. താഴെ പൂട്ട്. ആ വരട്ടെ, അടുത്തെത്തി. ഇതില് മൂക്കനും മൂക്കനും ആണ് നമ്മുടെ
പ്രശ്നം? ഈ രണ്ട് തൊടല് ചേർത്തിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ താഴിട്ട് നമ്മൾ കൂട്ടിയെടുക്കത്തില്ലേ, അത് മൂക്കിൽ ഓന്ത് നിങ്ങൾ അതിന്റെ തൊട്ടടുത്ത് എത്തുന്നത് ആ നമ്മുടെ താഴെ ഇങ്ങനെ എടുത്ത് കൂട്ടും അല്ലേ? ആൻസർ പറയണം. ആ കുറ്റിയാണോ? ആ അത് തന്നെ, സാക്ഷി ഇടുക. അതാ താഴെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ താഴെന്നാ സാക്ഷിക്ക് താഴ്ന്നാ മതി. നമ്മള് താഴെന്ന് പറയുന്നത് മറ്റേ ആ ഇതിന് ലോക്കിലല്ലേ, താക്കോലിട്ട് അല്ലല്ല ഇങ്ങനെ പിടിക്കുന്നതിനാണ് താഴെ അതിനും താഴെന്ന് പറയോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് സാക്ഷ കുറ്റി എന്നൊക്കെ പറയാം. അതെ, ഞങ്ങളും അല്ലേ? താഴും താക്കോലും അല്ലേ? എന്താ ഞങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് പറയാൻ എന്തായാലും പണി കിട്ടും, ഇനി പറഞ്ഞിട്ട് ഇത് കാര്യമില്ല. ശരിയാവില്ല കേട്ടോ, ഇത് ശരിയാവില്ല. ഈ ഉത്തരം ഞാൻ സമ്മതിക്കുന്നല്ല. നമ്മുടെ ജഡ്ജിങ് പാനൽ ഒഫീഷ്യലി അംഗീകരിക്കുന്ന ഉത്തരങ്ങൾ മാത്രമേ നമ്മളിവിടെ എടുക്കുള്ളൂ. ഞങ്ങളാ കറക്റ്റ് പറഞ്ഞത്. അപ്പൊ ഒരു ചെറിയ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, ചെയ്യാം. കിട്ടിയല്ലേ? അല്ല, ഞാൻ ചെയ്യാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് ചെയ്തിട്ടില്ല ചെയ്യാന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ താഴെന്നല്ലേ പറഞ്ഞേ? ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു താഴുണ്ട്, മണിച്ചിത്ര താഴ്. അതിലൊരു ചെറിയൊരു സീക്വൻസ് നമ്മൾ പ്ലേ ചെയ്ത് തരാം, നമുക്ക് അതൊന്ന് കാണാം. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഗംഗ ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். എനിക്ക് എന്താ പറ്റിയത് അഖിലേട്ടാ? എനിക്ക് ഫേസ് കാണാൻ പറ്റിയില്ല. വിജയുടെ വിജയ് ചിരിക്കണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഭയങ്കര സീരിയസ് ആയിരുന്നു. ചിരിച്ചില്ല, പക്ഷെ ഫേസിൽ അധികം എക്സ്പ്രഷൻസ് ഒന്നും വന്നില്ല. അല്ല, പക്ഷെ ചിരി വന്നില്ല. ഇല്ല ഇല്ല, ചിരിച്ചില്ല. ചിരിക്കാത്തതിന് വലിയൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചിരി വരായിരിക്കും. നശിപ്പിച്ച് മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. അപ്പൊ നമ്മൾ ചെറിയൊരു ടാസ്ക് കൊടുത്ത് അവര് പെട്ടെന്ന് ചെയ്തു. അപ്പൊ ഇനി നിങ്ങളുടെ ചാൻസ് ആണ്. നിങ്ങളോടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റിന് പെട്ടെന്ന് ആൻസർ പറയാ, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പണിഷ്മെന്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ? പഞ്ചപാണ്ഡവർക്ക് 5 പേർക്കും കൂടി ഒരു മുറ്റമേ ഉള്ളൂ. ഒരു ഭാര്യ ഉള്ളൂ എന്നല്ല, പഞ്ചപാണ്ഡവർക്ക് 5 പേർക്കും കൂടി ഒരു മുറ്റമേ ഉള്ളൂ. എന്താണ് ഇത്? പഞ്ചപാണ്ഡവന്മാർക്ക് 5 പേർക്ക് കൂടി ഒരു മുറ്റം. I think I know. ഓ, അപ്പൊ പിന്നെ ഇത് എല്ലാവർക്കും പറയാൻ പറ്റും. അല്ല, ഏത്തൊന്നും ഇടാനല്ല, ഇവിടെ നീങ്ങി നിൽക്കും. അപ്പൊ ആൻസർ തെറ്റിച്ചിരിക്കുകയാണ്. ഉത്തരം ഇതായിരുന്നു. 5 പേർക്ക് കൂടി ഒരു മുറ്റം. ഞാൻ പലവട്ടം കൈയെടുത്ത 5 പേര് കാണിച്ചു അല്ലേ?
ഓക്കെ, അപ്പൊ ചെറിയൊരു ടാസ്ക് ആണ് ഈ ടാസ്ക്. കിട്ടാൻ പോകുന്നത് ഇതൊരു പണിഷ്മെന്റ് അല്ല, ഇതൊരു നല്ല ടാസ്ക് ആണ്. ഈ ടാസ്ക് കിട്ടാൻ പോകുന്നത് ജയൻ ചേട്ടനാണ്. നമ്മുടെ ബബിത കൊച്ചിന് ആരും കണ്ണു വെക്കുന്ന നല്ല മുടിയുണ്ട്. ഇത് വെറുതെ അഴിച്ചിട്ടിരിക്കുക, ഇതൊന്ന് പിന്നി വെച്ചു കൊടുത്തേ. അല്ലേ, നല്ലല്ലേ? ശ്രമിക്കാം, അത് തന്നെ. ഇതിനു മുമ്പ് ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലേ? ഇല്ല. നമ്മളൊക്കെ താജ്മഹൽ പണിതന്നെ അല്ലേ? ഇത്ര മുടി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അകത്ത് ഒരു കുത്തബ് മിനാറോടെ ട്രൈ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. വല്ലപ്പോഴും ഭാര്യയുടെ മുടിയൊക്കെ ഒന്ന് പിന്നി കൊടുക്കാം അല്ലേ? അതൊന്നും ഒരു കുഴപ്പമില്ല. ചിലരൊക്കെ പറയും, ഓ ഇതൊക്കെ ആണൊക്കെ പറഞ്ഞിട്ടുള്ള പണിയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊക്കെ ചുമ്മാ ചാടയാ. അതെ, നമുക്ക് ഇത് ഇനി ആവശ്യമുള്ളതാണ് കേട്ടോ. ഈ മുടിയൊക്കെ പ്രത്യേകിച്ച് ബബിതയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന പോലെ അത് കൊണ്ടു നടക്കുന്നതാണ്. നമുക്ക് ഡിസംബർ ചെയ്യാമെങ്കിൽ ഇത് പുൽക്കൂട് കെട്ടായിരുന്നു. കാണുമ്പോ മറ്റേ ഈ മീൻ വലയൊക്കെ ഇങ്ങനെ എടുക്കില്ലേ? ഈ മീൻ വലയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അതുപോലെയൊക്കെ പാവം. രണ്ട് കഷ്ണത്തിൽ ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ആ 3 പിടിച്ചു, 3 കിട്ടിയിരിക്കുകയാണ്. യെസ്, ഇതെന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ 3 എന്ത് ചെയ്യും? ചേട്ടൻ അഗ്രികൾച്ചർ ആണ്. ചേട്ടൻ ഈ കയറ് പിരുത്തോയിട്ട് എന്തെങ്കിലും കയറ് പിരിക്കലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ഉള്ളൊരു കാര്യം പറയട്ടെ, ഇതാ മൂത്ത കൊച്ചിനെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അസലായിട്ട് ചെയ്തേനെ. ഞാൻ ഓർക്കത് ഇത് അറിഞ്ഞിരുന്ന വീട്ടിൽ നിന്ന് കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട് വരാൻ. ഇത്രയും പിന്നുണ്ടല്ലോ. അടിയിലെത്തിയപ്പോഴേക്കും പഠിച്ചു കേട്ടോ. ഏയ് അതാണ് കറക്റ്റ്. ഇപ്പൊ അടിയിലെത്തിയപ്പോ കറക്റ്റായി. അറ്റത്ത് കെട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കെട്ടെന്ന് പറഞ്ഞാലേ കടുങ്കെട്ടായിരിക്കും. താലി കെട്ടിയപ്പോ കെട്ടിയ പോലെ ഒരു 3 കെട്ട്. ജഡ്ജസിന് കാണാൻ വേണ്ടി ബബിത പ്ലീസ് ഒന്ന് തിരിഞ്ഞെന്ന് നമ്മുടെ കേശഭാരം ഒന്ന് കാണിക്കും. പക്ഷെ ആ ഒരു ഷേപ്പിൽ ഒപ്പിച്ചു. ഇതിന്റെ അഭിപ്രായം നമുക്ക് ഒരേ ഒരാളോട് ചോദിക്കാനുള്ള. അഭിഗം എങ്ങനെ ഉണ്ടായിരുന്നു? വരൂ പ്ലീസ്. ഇത് ഞാൻ കണ്ട് വല്ലതും പഠിക്കണ്ടേ ജയന്റെ? I'm dying to see. വരൂ. നമ്മുടെ ഈ സാധുമാർ ആൾക്കാരില്ലേ, അതിങ്ങനെ ജട പിടിച്ച് അതുപോലെ ഇരിക്കുന്നു. ഇത്രയും ഇറ്റ്സ് ഓക്കേ. ബാക്കി മുഴുവനും നശിപ്പിച്ചു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് എ വൈഫ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട്, അതായത് ആഫ്റ്റർ മാരേജ് നിങ്ങളുടെ ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയ ഒരു സന്ദർഭം? ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം തോന്നുവാണെങ്കിൽ എന്താ എഴുതുന്നത്? ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം തോന്നുവാണെങ്കിൽ അതെല്ലാം കൂടെ എഴുതണ്ട. എന്നാലും ഒരെണ്ണം കൂടെ തരുമോ? ഇത് അല്ല കുറെ ഇത് ഒരു കാർഡ് കൂടെ കൊടുക്കുമോ? ഒരാൾ കഴിഞ്ഞു. ബബിതയാണ് നമ്മുടെ മത്സരാർത്ഥി ശരിക്കും. പേപ്പേഴ്സ് ഒക്കെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ പറയൂ, എന്തായിരിക്കും ഭാര്യയുടെ മനസ്സിലുള്ള ആ ഒരു സംഭവം ദേഷ്യം തോന്നിയിട്ടുള്ള? സ്ഥിരമായിട്ട് ദേഷ്യം തോന്നുന്ന ഒരു കാര്യത്തിനാണ്. എന്തെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു 3 തവണ എന്നോട് ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ ആൻസർ ചെയ്യത്തുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ, ചാച്ചാ ഫുഡ് എടുക്കട്ടെ. അപ്പൊ ഞാൻ എന്തെങ്കിലും അപ്പൊ എന്റെ തലയിൽ ഇങ്ങനെ പ്രോസസ്സിങ്, ഫുഡ് വേണോ വേണ്ടയോ? പിന്നെ ഞാൻ ചാച്ചാ ഫുഡ് എടുക്കട്ടെ, ആ ടോൺ ഇച്ചിരി ഹൈ ആകും. പിന്നെ 3ാമത്തെ ചാച്ചാ ഫുഡ് എടുക്കട്ടെ. ഇതാണ് അങ്ങനെയാണെങ്കിൽ എത്ര നല്ല ഞാൻ പോയി കഴിച്ചേനെ. അത് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. വേണേ ചൂടാക്കി എടുത്തിട്ട് കഴിച്ചു പോകും. അതല്ലാണ്ട് ഒരു ഇൻസിഡന്റ് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇതാണ് ഏറ്റവും ദേഷ്യമുള്ള ഇൻസിഡന്റ്. ഇത്രേ ഉള്ളൂ? ഇൻസിഡന്റ് അല്ല, ഇത് ഡെയിലി നടക്കുന്ന ഇൻസിഡന്റ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ്? ഒരു ഇൻസിഡന്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഞങ്ങള് നെല്ലിയാമ്പതി ഹണിമൂണിന് വേണ്ടി പോവായിരുന്നു. അപ്പൊ ആ സമയത്ത്
എന്തോ അവിടെ ഒരു ഡാം കാണുന്ന ഒരു എന്തോ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ എന്തോ തണുപ്പ് കൂടിയിട്ട് പുള്ളിക്കായിരിക്കും ഞാൻ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നൊക്കെ പറഞ്ഞു. ഹണിമൂൺ ഒറ്റയ്ക്ക് പോകുന്നു. സിനിമയൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ അതിന് മുമ്പ്. ഇറങ്ങി അവിടെ നിന്നു. ഞാൻ പോയ ഡാം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാനും പിന്നെ മറ്റേ 4-wheel ജീപ്പിൽ ഇഷ്ടംപോലെ പൈസ അവർ മേടിച്ച് ഇപ്പൊ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഓൾറെഡി 2000 രൂപ കണ്ട അവിടെ 4-wheel ജീപ്പ് മാത്രമേ. അപ്പം അവിടെ ചെന്ന് ഞാൻ ആകെപ്പാടെ ഡെസ്പായി പോയി. ഭയങ്കര വ്യൂ ആണെന്നാണ് പറയുന്നത്. അവിടെ കുറച്ച് തണുപ്പ് ഏതാണ്ടുണ്ടായിരുന്നു. പുള്ളിക്കാർക്ക് തണുപ്പ് തീരെ പറ്റൂല. അപ്പൊ തിരിഞ്ഞു. അപ്പൊ എനിക്ക് ആകെപ്പാടെ ദേഷ്യം വന്ന് പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഒത്തിരി സോറി ഒക്കെ പറഞ്ഞ കാര്യം. ഇതിലിപ്പോ ആർക്ക് ദേഷ്യം വന്ന ഇൻസിഡന്റ് ആയത്? താങ്കൾക്ക് ദേഷ്യം വന്ന ഇൻസിഡന്റ് അല്ലേ പറഞ്ഞേ? ഇതെനിക്ക് അല്ല ഇൻസിഡന്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ വെച്ച് ഇനി ഞാൻ അങ്ങോട്ട് എനിക്ക് തണുപ്പ് കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇറങ്ങി ഇവിടെ നിന്നു. ആ 4-wheel ഡ്രൈവ് ജീപ്പാ, അത് ആ എൻ്റെ വരെ പോയിട്ട് തിരിച്ചു വരും. നീ ഇറങ്ങി ഇവിടെ നിന്നു, ദേഷ്യം പിടിച്ച് തന്നെ. ഞാൻ പോയി എന്തായാലും അത് ഭയങ്കര വ്യൂ, 5 ഡാം എന്തോ കാണും. അപ്പൊ ഞാൻ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി അവിടെ നിന്നു. എന്നിട്ട് പോയി ഹണിമൂണ്ട് പോയതാ, ഓർത്തോണം. തന്നെ ആ വണ്ടിയിൽ അങ്ങ് ആ എൻ്റെ വരെ പോയി അതെല്ലാം കണ്ട വണ്ടി കയറി തിരിച്ചു വന്ന് എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. ബെസ്റ്റ് കപ്പിൾസ്. അല്ല പക്ഷെ ഈ കഥയാണോ നമ്മൾ എഴുതിയിരിക്കുന്നത്? തുറന്നു നോക്കൂ, നോക്കൂ. ഹണിമൂൺ നെല്ലിയാമ്പതി ട്രിപ്പ് തണുപ്പ് കൂടുതലാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ അവിടെ വെച്ചാണ് നമുക്കിങ്ങനെ മറക്കാതെ ബെസ്റ്റ് കപ്പിൾ. രക്ഷപ്പെട്ടു. ഇനി എന്താ ഇവിടുത്തെ കേസ്? ബബിത അതുവരെ ഇങ്ങനെ പറയൂ, എന്തായിരിക്കും ആ സംഭവം? പിന്നെ ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ്, പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആദ്യം അത് അനുസരിക്കത്തില്ല, പിന്നീടായിരിക്കും. കണ്ടോ, ഓരോന്ന് വെളിയിൽ വരുന്ന തീരെ അനുസരണയില്ലെന്ന് കേട്ടോ. പ്ലീസ് നോട്ട് ദ പോയിന്റ്. പിന്നെ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് അതിനോട് അങ്ങ് പൊരുത്തപ്പെടും. അങ്ങനെയുള്ള നമ്മുടെ പ്രശ്നം അതല്ലല്ലോ ജയനേടാ. ഈ വഴക്കിന്റെ ഒരു ബേസിക് കാരണം അതാണ്. പക്ഷേ കംപ്ലീറ്റ് കൈവിട്ട് പോയി. അപ്പൊ ഞാൻ ആ സംഭവം പറയട്ടെ, ബബിതയോട് ചോദിക്കട്ടെ. ബബിത എഴുതിയത് അച്ഛന്റെ സഞ്ചയന സമയത്ത് ആരുടെ ചേട്ടന്റെ അച്ഛന്റെ സഞ്ചയനത്തിന്റെ സമയത്ത് വയ്യാതെ കിടക്കുമായിരുന്നു ബബിതയ്ക്ക്. അപ്പോ ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ട് കൊടുക്കണം, അപ്പൊ ചെല്ലാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞു. അങ്ങനല്ല, അച്ഛന്റെ സഞ്ചയനം ഞാൻ ആലോചിക്കാം അങ്ങനെ ഒരു സംഭവം അതുകൊണ്ടാ. പക്ഷെ അത് അപ്പൊ വിട്ട് കാണും. അതെ കാരണം അച്ഛന്റെ സഞ്ചയനത്തിന്റെ ആ ദിവസം നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പം ഞാൻ തന്നെ ഇരുന്നിട്ട്, ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ടാണ് അതെല്ലാം പാക്കൊക്കെ ചെയ്തിട്ട്. പക്ഷെ അപ്പോഴേക്കും ആ സമയത്ത് എനിക്കങ്ങ് വയ്യ. പക്ഷെ ഞാൻ കൂടെ ചെല്ലണം, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ കൂടെ ചെല്ലാത്തതിന് എന്നോട് പിണങ്ങി തന്നെ അനിയനെ വിളിച്ചിട്ട് കാറിൽ കയറി അങ്ങ് പോയിട്ട് വന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോഴൊന്നും ഞാൻ എടുത്തില്ല ഫോൺ. കാരണം എനിക്ക് അങ്ങനെ ദേഷ്യം വന്നു. കാരണം സത്യത്തിൽ ഞാൻ അവിടെ ആഗ്രഹം ഞാൻ കൂടെ ചെന്നിട്ട് ഞാനിവിടെ നിന്നത് കൊടുക്കണം എന്നുള്ളത്. എനിക്ക് വയ്യാന്നുള്ളത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്റെ ഒരു സങ്കടം. പക്ഷെ ഞാനതിങ്ങനെ മനസ്സിലൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ വന്ന് പിണങ്ങിയൊക്കെ ഇങ്ങനെ കുറച്ച് മിണ്ടാക്കിയിരുന്നപ്പോ അതൊക്കെ മറന്നേ പോയി. പിന്നെ മറന്നുപോയ കാര്യങ്ങളായിരുന്നു, ഓർക്കില്ല, അങ്ങനെ മനസ്സിൽ വെക്കാറില്ല. അതുകൊണ്ട് മനസ്സിൽ വെക്കാറുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോ കിഴിഞ്ഞ് ചോദിച്ചുകൊണ്ടാണ് ബബിത അതെടുത്ത് പുറത്തിട്ടത്. ഇപ്പൊ ഞാനെങ്കിൽ നമ്മളെ ഇടയ്ക്ക് ഫീൽ ഇങ്ങനെ മനസ്സിൽ അപ്പൊ ഒരു ഫീൽ ഉണ്ടായി. പിന്നെ അത് പോയെങ്കിലും നേരം അങ്ങനെ അതൊരു ഫീൽ കുഴപ്പമില്ല ബബിത. നമ്മളിപ്പോ ഒരു പണിഷ്മെന്റും കൂടെ തരുമ്പോ ആ ഫീൽ കംപ്ലീറ്റ് ആവും. കുറച്ചു ദിവസം മുമ്പ് ബബിത നമ്മുടെ ഈ ഫ്ലോറിൽ ഒരു പ്രണയ കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ വല്ല തകർത്ത് അഭിനയിച്ചു അല്ലേ? ഭയങ്കര കിടിലം പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും നമ്മളൊരു പാട്ടിട്ട് തരും, നിങ്ങൾ അതിന് ഒന്ന് പെർഫോം ചെയ്യും, അത്രേ ഉള്ളൂ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്.
പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. അപ്പോ ഇനി ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫില്, നിങ്ങൾ ഒരുമിച്ചുള്ള ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു മൊമെന്റ് ആണ്, ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. ബബിത ഒരു സംശയം ഇല്ലാതെ അത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. തന്നോളൂ. ബബിത പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ വിജി തന്നോളൂ. വിജിക്ക് ഭയങ്കര സന്തോഷം. യെസ്, എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? വലിയ ക്ലൂ ഒന്നും ഇല്ല, കുറെ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉള്ളത് കാരണം. എന്നാലും അസലേ തന്നെ ഞങ്ങളുടെ കല്യാണം അക്സെപ്റ്റ് ചെയ്ത് തന്നെ ഒരു സന്തോഷമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള അറിയുന്നതായിരിക്കും. ബേസിക്കലി അതിൻ്റെ അകത്തൊരു രസമുണ്ട്. ഞങ്ങള് കല്യാണം കഴിച്ചു, രണ്ടുപേർക്കും ഒരു ജോലിയില്ല. വെരി ഗുഡ് ഇൻസ്പിറേഷൻ. വീണ്ടും ഒരു ജോലിയില്ല. അപ്പൊ വിജി ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു ഡൗട്ട് പറഞ്ഞു, ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം അന്ന് കാലം അത്ര പുരോഗമിച്ചിട്ടില്ലാത്ത കാരണം വീട്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാനാണ്. അതല്ല, എനിക്ക് അത്ര വിവരവും ഇല്ലായിരുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതിനെ പറ്റി. അപ്പം നേരെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഒരു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയത്തില്ല ഈ പോസിറ്റീവ് എന്ന് വെച്ചാൽ കുട്ടിയുണ്ടോ കുട്ടിയില്ലയോ. ശരിക്കും അപ്പൊ ഞങ്ങളിങ്ങനെ പോസിറ്റീവ് എന്ന ഉദ്ദേശം എന്താ വെച്ചാൽ ഒന്നുമില്ല, സന്തോഷമായിട്ട് പൊക്കോന്നാണോ, അതോ ഉണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് പൊക്കോ, ഇത് രണ്ടിൽ ഏതാന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന്. അപ്പൊ ഒരു സിസ്റ്റർ ചോദിച്ചാൽ എന്താ അത്, ശരിക്കും പറഞ്ഞ റിസൾട്ട് അവരുടെ കവറിലിട്ടിങ്ങി തന്നാ. ഞങ്ങൾ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത്. തിരിച്ച് അവരുടെ അടുത്ത് തന്നെ പോയി ചോദിച്ചു, ശരിക്കും ഇത് എന്താ ഉദ്ദേശം. അതിന്റെ കൂടുതൽ ഒരു ടെസ്റ്റ് ഉണ്ട്. അവര് ഇതെല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എന്നോട് ചേട്ടനല്ല കഴിഞ്ഞ ആഴ്ച വേറൊരു കുട്ടിയുമായിട്ട് വന്നു. അത് അതിനേക്കാൾ വലിയ ട്വിസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന് കുറച്ച് നാൾ മുന്നേ സാമിന് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കോ. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു. സോ അപ്പം കുഞ്ഞാകാൻ പോകുന്നു എന്ന് അറിഞ്ഞ ആ ഒരു മൊമെന്റ് ആണ് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് ആദ്യത്തെ മോളായി എന്ന് അറിഞ്ഞപ്പോഴുള്ള സന്തോഷം എന്നാണ് അറിയിക്കുന്നത്. സോ അവരെ നമുക്ക് വെറുതെ വിടാം അല്ലെ, ടാസ്ക് കൊടുക്കണ്ട അല്ലേ. രക്ഷപ്പെട്ടു. ഞാൻ ചേട്ടാ, എന്തായിരിക്കും ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്, ഏറ്റവും സന്തോഷം തന്നത്? കുഞ്ഞിന്റെ അവിടെ കുഞ്ഞ് പറഞ്ഞതുകൊണ്ട് തന്നെ കുഞ്ഞ് പറയണമെന്നില്ല, ഓരോരുത്തരുടെ ലൈഫിൽ ഡിഫറെന്റ് ആവാം അല്ലേ. വിവാഹത്തിന്റെ അത് തന്നെ ഒരു വലിയ സന്തോഷം, ഏറ്റവും വലിയ സന്തോഷമുള്ള സമയമായിരുന്നു ആദ്യത്തെ വിവാഹത്തിന്റെ ദിവസമായിരുന്നു ഏറ്റവും അധികം സന്തോഷം. ആണോ? ഈ ബാബിത അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഞാൻ നോക്കട്ടെ, ബാബിതയ്ക്ക് വിവാഹശേഷം ആദ്യമായിട്ട് ഒരുമിച്ച് മൂകാംബികയിൽ പോയതാണ് ഏറ്റവും സന്തോഷം. ഇത് വേറെ ലെവലായി പോയി. ഞാൻ വിചാരിച്ചത് പറയുന്നത് കാരണം ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് മുമ്പ് തന്നെ ഏകദേശം ഏഞ്ചേട്ടന് അവിടെ വീട്ടിലെ അമ്മ മൂകാംബികയിലുള്ളപ്പോഴാണ് എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ മൂകാംബികയിൽ പോയി. അപ്പൊ എനിക്കിങ്ങനെ കല്യാണത്തിന് ഇഷ്ടമല്ലാണ്ടൊക്കെ നിന്നൊരു ടൈമായിരുന്നു, പഠിക്കണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ മൂകാംബികയിലൊക്കെ കൊണ്ടുപോയി. അപ്പം അതിനുശേഷം അന്ന് കല്യാണം നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒരു തീരുമാനം എടുത്തിരുന്നു, കല്യാണശേഷം ആദ്യമായിട്ട് പോകുന്നതെന്ന് പറയുന്നത് മൂകാംബികയിലാവണം എന്ന്. കണ്ടു, ഇവര് മൂകാംബിക്ക് പോയി, നിങ്ങൾ നെല്ലിയാമ്പതിക്ക് പോയി. കാര്യമില്ലല്ലോ, നെല്ലിയാമ്പതി പറഞ്ഞു, മൂകാംബി പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് കല്യാണത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ മൂകാംബികയിൽ പോയി. ഇപ്പോഴും മുടങ്ങാതെ എല്ലാ വിവാഹ വാർഷികവും അമ്മയുടെ അടുത്ത് തന്നെ ആവും. ഇന്ന് വരെ മുടക്കിയിട്ടില്ല. എല്ലാ വിവാഹ വാർഷികത്തിനും മൂകാംബികയിൽ പോകും. പക്ഷെ ആൻസർ പറഞ്ഞില്ല. അല്ല, ഞങ്ങൾക്ക് സന്തോഷമാണ്, ബിക്കോസ് നമുക്ക് അടുത്ത പണി കൊടുക്കാമല്ലോ. സോ നിങ്ങൾക്ക് നമ്മൾ വേറൊരു ടാസ്ക് തരാം. പോയി ഈ ടാസ്ക് എന്താ വെച്ചാൽ രണ്ടുപേരുടെയും പുറകിൽ നമ്മളൊരു ബലൂൺ വെച്ച് കെട്ടും. ഇങ്ങനെ ഇടിച്ചു പൊട്ടിക്കണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. രണ്ടുപേരുടെയും പുറത്ത് നമ്മൾ നല്ല ഭംഗിയുള്ള ഓരോ ബലൂണുകൾ വെച്ച് കെട്ടിയിട്ടുണ്ട്.
ഇത് ഇടിച്ചു പൊട്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക്. റെഡി അല്ലേ ഞാൻ ചേട്ടാ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. ബലൂണുകൾ തമ്മിലാണ് ഇരിക്കേണ്ടത്, നിങ്ങൾ തമ്മിലല്ല പ്ലീസ്. നല്ല ബലൂൺ ബൗൺസ് ബാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കോ പ്ലീസ്. കണ്ടുപോയോ? ഒരെണ്ണം കൂടെ പൊട്ടാറുണ്ട് കേട്ടോ. ഇത് സൈഡിലേക്ക് പിടിച്ചോണ്ട് അത് പോട്ടെ. ഞാൻ കണ്ടു കള്ളക്കളി കള്ളക്കളി കള്ളക്കളി. വിജയ് ആൻഡ് സാം, നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും മിനി സ്ക്രീനിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കുറച്ച് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട്? മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. നിങ്ങൾ എത്രയും ജെനുവിൻ ആയിരിക്കുന്നു അത്രയും നിങ്ങളുടെ മുന്നോട്ടുള്ള വേ ഫോർവേഡ് എങ്കിലേ ക്ലിയർ ആകത്തുള്ളൂ. ഞാനിപ്പോ അത് പറഞ്ഞു, ഞങ്ങൾ 4 വർഷത്തിന് മുന്നേ ഇതൊക്കെ ഏകദേശം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിരുന്നു. ശരിക്കും ഞങ്ങൾ കടന്നു പോയതായി. ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ ഏകദേശം ഇതിപ്പം ഞങ്ങൾ ഒന്ന് ലാഗ് ആയത് അന്നത്തെ കാര്യം ഓർത്തെടുക്കാനാ. അത് കേട്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട. അതല്ല, ശരിക്കും നമ്മുടെ ഈ ഫ്ലോർ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിന്റെ പല തുറകളിലേക്കുള്ളൊരു വിൻഡോ അല്ലെങ്കിൽ ഒരു പടിവാതിലായിരിക്കും ഇത്. നിങ്ങളുടെ ഈ കരിയറിന്റെ അകത്തേക്കാണെങ്കിലും ഇപ്പൊ എന്റെ കരിയറിന്റെ അകത്ത് തന്നെ ഇതിന്റെ അകത്തുനിന്ന് ഒത്തിരി ലേണിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി പോയാലും എവിടെ എന്ത് ആപത്ത് വന്നാലും നിങ്ങളെ സഹായിക്കാൻ ഒരു 5 പേരെങ്കിലും എവിടുന്നെങ്കിലും ഓടി വരും. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വലിയ കാര്യം. നമ്മള് ഫ്ലാറ്റോ കാറോ ഒന്നും മാത്രമല്ല ഇത്. എനിക്ക് ആ ഫ്ലോർ എന്ന് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഒത്തിരി പ്ലാൻഡ് ആയി കുറേ കാര്യങ്ങൾ വായിച്ച് കണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പ്ലാൻഡ് ആയിട്ട് വന്ന് നിൽക്കുന്നതും നമ്മൾ ഭയങ്കര ജെന്യൂൻ ആയിട്ട് അപ്പം തോന്നുന്ന കാര്യങ്ങൾ പറയുക, അവതരിപ്പിക്കുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. എനിക്ക് ആ ഒരു ഷോയിൽ നിന്ന് ഞങ്ങൾക്ക് മോർ ദാൻ 100 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. അതൊന്ന് മനസ്സിലായൊരു കാര്യം, കാരണം നമ്മളെ കാണുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എക്സാക്ട്ലി. ശരിക്കും ആ പുറത്ത് നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരാണ് ജെന്യൂൻ ആരാണ് ജെന്യൂൻ അല്ലാത്തതെന്ന്. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഈ ഫ്ലോറിൽ കിട്ടിയതിൽ. സോ അപ്പൊ ഇവിടെ വന്നു, അപ്പോൾ ഇങ്ങനെ തന്നെ പോവാണോ അതോ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തെങ്കിലും സ്പെഷ്യൽ പെർഫോമൻസോ? ആണെങ്കിൽ ഈ ഡാൻസ് കളിക്കാൻ അറിയാൻ വയ്യാത്ത കാരണം, പിന്നെ കുറച്ച് ശരീരം ഉള്ളത് കാരണം അവരെപ്പോഴും എനിക്ക് ലിഫ്റ്റിംഗ് എന്നൊരു ഇത് കൊണ്ടംപററി എന്നൊക്കെ ഇവിടെ എടുത്ത് ഇങ്ങനെ പൊക്കുക. എന്റെ സ്ഥിരം കലാപരിപാടികൾ അതൊക്കെയാണ്. അപ്പം ഒരു ലിഫ്റ്റ് ഒരു പെർഫോമൻസ്. നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം.
ശരിക്കും അവിടെ ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഭയങ്കര സുന്ദരനും സുന്ദരിയായിരുന്നു കേട്ടോ. സീരിയസ്ലി ജനിച്ചപ്പോഴോ ജനിച്ചപ്പോഴേ ഈ താടി ഉണ്ടായിരുന്നു. നല്ല ടെൻഷനായി പോയി കേട്ടോ ഇപ്പൊ. പക്ഷെ നിങ്ങളുടെ ടെൻഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും ലവ് ആണ് എല്ലാവരെയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് അല്ലെങ്കിൽ ഹാൻസം ആക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ജഡ്ജസ് എന്തെങ്കിലും പറയാനുണ്ടോ? ബി ജെനുവിൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ബി നാച്ചുറൽ ആൻഡ് ജെനുവിൻ, അതാണ് സാം പറഞ്ഞൊരു ഒറ്റ വാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. Vijay, Sam, it's so good to have you here today. This show can take you all over the place. നമ്മള് കേരളം മാത്രമല്ല പറയുന്നത്. This show is going international because of YouTube. The Malayalis are watching it all over the world, just like your show was. So each one, please learn from what both Sam and Vijay have told you. It's so good to have people like you tell all our Veetamamara what they should and what they shouldn't do. Thank you so much for being here today. Thank you. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ലാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. സോ ജഡ്ജസ്, നമ്മുടെ ശരിക്കുള്ള കണ്ടസ്റ്റൻസ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അവരുടെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? We are always looking at the compatibility. നിങ്ങളുടെ രണ്ടിൽ തമ്മിലുള്ള മാജിക് ഉണ്ടോ? You know, lots of other things. Are you listening? Are you learning from other people that are coming? ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകും 75 മാർക്സ് ആയിട്ട്. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസുകളുമായി ജഡ്ജസിനെയും കാണികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് മാറ്റുരയ്ക്കുകയാണ് നമ്മുടെ വീട്ടമ്മമാർ. നിരപറ മലയാളി വീട്ടമ്മ പവർഡ് ബൈ ചുങ്കൻ ജ്വല്ലറി, കോ ബ്രാൻഡ് ബൈ സേറയുടെ വരും എപ്പിസോഡുകളിലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് വിസ്മയങ്ങളാണ്.